വിദേശത്ത് പഠിക്കാനുള്ള വലിയ ചെലവുകളെ മറികടക്കാനും യൂറോപ്പിൽ ഒരു ഇന്റർനാഷണൽ കരിയർ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമായി ഇതാ ഒരു വഴി. ഇൻവെസ്റ്റ് യുവർ ടാലന്റ് ഇൻ ഇറ്റലി. ഇറ്റാലിയൻ സർക്കാർ തന്നെ നൽകുന്ന ഒരു ഫുള്ളി ഫണ്ടഡ് മാസ്റ്റർ സ്കോളർഷിപ്പ് പ്രോഗ്രാം. ഇതിൽ നിങ്ങൾക്ക് ട്യൂഷൻ ഫ്രീ ആണ്, മാസത്തിൽ 90,000 സ്റ്റൈപ്പൻഡ്, ഇന്റേൺഷിപ്പ് അവസരങ്ങൾ, അതും IELTS പോലുമില്ലാതെ അപ്ലൈ ചെയ്യാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഖില ടിബിൻ. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കായി IYT സ്കോളർഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ച് തുടക്കം മുതൽ വിസ വരെ ഫുൾ ക്ലാരിറ്റിയോടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇനി ഇതുപോലെയുള്ള ഇറ്റലിയുടെ റിയൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇറ്റലി നിങ്ങളെ വിളിക്കുന്നു IYT സ്കോളർഷിപ്പിലേക്ക്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ഇൻവെസ്റ്റ് യുവർ ടാലന്റ് ഇൻ ഇറ്റലി എന്നത് എന്താണ് എന്ന്. IYT എന്നത് ഇറ്റലിയിലെ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് ആൻഡ് ഇന്റർനാഷണൽ കോർപ്പറേഷൻ നടത്തുന്ന ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാമാണ്. ഇതിന്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യ പോലെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്ന് ടാലന്റഡ് സ്റ്റുഡൻസിനെ ഇറ്റലിയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നത് തന്നെയാണ്. ഇനി ഈ ഒരു സ്കോളർഷിപ്പിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. മന്ത്ലി സ്റ്റൈപ്പൻഡ് ഓരോ മാസവും 1,000 യൂറോ, അതായത് ഏകദേശം 90,000 രൂപ വരെ. ട്യൂഷൻ ഫീസ് പല യൂണിവേഴ്സിറ്റികളിലും ഫുൾ ട്യൂഷൻ ഫീസ് ഒഴിവാക്കുന്നു. ഫ്രീ ഇറ്റാലിയൻ ലാംഗ്വേജ് കോഴ്സ്. ഇറ്റലിയിൽ നിങ്ങൾ എത്തിച്ചേരുമ്പോൾ നിങ്ങൾക്ക് ഇറ്റാലിയൻ ലാംഗ്വേജിന്റെ ഫ്രീ ആയിട്ടുള്ള കോഴ്സ് ലഭിക്കുന്നു. ഇനിയുള്ളത് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി. ഇതിലൂടെ ഇറ്റലിയിലെ ഒരു കമ്പനിയിൽ 3 മാസം വരെ പെയ്ഡ് ഇന്റേൺഷിപ്പ് ചെയ്യാൻ അവസരം. ഇതൊക്കെ കൂടി ചേർന്നാൽ ഇറ്റലിയിൽ നിങ്ങൾക്ക് ടോപ്പ് ക്ലാസ് എഡ്യൂക്കേഷൻ മാത്രമല്ല, അതിനോടൊപ്പം യൂറോപ്യൻ വർക്ക് എക്സ്പോഷറും കൂടിയാണ് ലഭിക്കുക. ഇത് വെറും ഒരു പഠനം മാത്രമല്ല, ഒരു കംപ്ലീറ്റ് ഇന്റർനാഷണൽ ലെവൽ എക്സ്പീരിയൻസ് കൂടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു IYT സ്കോളർഷിപ്പിന് വേൾഡ് വൈഡിൽ തന്നെ നല്ല ഡിമാൻഡ് ഉള്ളതാണ്. അപ്പം നമുക്കിനി ഒട്ടും സമയം കളയാനില്ല. എന്തൊക്കെയാണ് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് നോക്കാം. അതിൽ ആദ്യത്തേതാണ് നാഷണാലിറ്റി. നിങ്ങൾ എലിജിബിൾ കൺട്രിയിൽ നിന്നുള്ള പൗരനായിരിക്കണം. ഇനി ആ രാജ്യങ്ങൾ ഇവയൊക്കെയാണ്: ഇന്ത്യ, വിയറ്റ്നാം, ബ്രസീൽ, ഈജിപ്ത്, ഇന്തോനേഷ്യ, എത്യോപ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. രണ്ടാമത്തേത് ഏജ് ലിമിറ്റ്. നിങ്ങൾ ജാനുവരി 1, 1999 ശേഷം ജനിച്ചയാളായിരിക്കണം. അടുത്തത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. നിങ്ങൾക്കൊരു റെക്കഗ്നൈസ്ഡ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഫൈനൽ മാർക്ക് ലിസ്റ്റ് കൂടി അപ്ലോഡ് ചെയ്യണം. ഇനി വേണ്ടത് നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി. നിങ്ങൾക്ക് B2 ലെവൽ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. അതിന് നിങ്ങൾ പഠിച്ച ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ സർട്ടിഫിക്കറ്റ് മതിയാകും. ഇനി വേണ്ടത് ഇറ്റാലിയൻ ലാംഗ്വേജ്. ഇറ്റാലിയൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നുള്ളത് നിർബന്ധമല്ല. പക്ഷേ ഇറ്റാലിയൻ ലാംഗ്വേജ് ബേസിക് A1 നിങ്ങൾ പൂർത്തിയാകുകയാണെങ്കിൽ നിങ്ങളുടെ സെലക്ഷൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും IYTയുടെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. ആപ്ലിക്കേഷൻ പ്രോസസ്സ്. എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് വേണം, എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഹൗ ടു അപ്ലൈ, അതായത് ഇൻവെസ്റ്റ് യുവർ ടാലന്റ് ഇൻ ഇറ്റലി സ്കോളർഷിപ്പ് പ്രോഗ്രാമിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം. ഇവിടെ വേണ്ടത് 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ദയവായി നോട്ട് ചെയ്യുക. സ്റ്റെപ്പ് 1, യൂണിവേഴ്സിറ്റിയിൽ പ്രീ ആപ്ലിക്കേഷൻ നൽകുക. IYT സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഇറ്റലിയിലെ ഒരു English മാസ്റ്റേഴ്സ് പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യണം. അതിനായി യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പോയി കോഴ്സിന്റെ ഡീറ്റെയിൽസ് നോക്കുക. ഇവിടെ പല യൂണിവേഴ്സിറ്റികൾക്കും ഒന്നിൽ കൂടുതൽ സെപ്പറേറ്റ് പോർട്ടൽ കാണാം. അപ്പോൾ അതിൽ തന്നെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യണം. ഇനി കോഴ്സിൽ നിന്നും പ്രീ ആപ്ലിക്കേഷൻ ലെറ്റർ കിട്ടുന്നത് നല്ലതാണ്. ഇനി സ്റ്റെപ്പ് നമ്പർ 2, IYT ഒഫീഷ്യൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ അപ്ലൈ ചെയ്യുക. യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം IYTയുടെ മെയിൻ പോർട്ടലിലേക്ക് പോകുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യാം, പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം, കോഴ്സ് സെലക്ട് ചെയ്യണം, ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുക. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നൊന്നുമില്ല, പക്ഷെ അവിടെയാണ് അപ്ലൈ ചെയ്തതെന്ന് കാണിക്കണം. ഇനി ഈ ഒരു പോർട്ടൽ നോർമലി ഓപ്പൺ ആവുന്നത് ജാനുവരിയോടെയാണ്. ഇനി നമ്മൾ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അതെപ്പോഴും ഡബിൾ ചെക്ക് ചെയ്തിരിക്കണം. ഇനി നെക്സ്റ്റ് റിക്വയർഡ് ഡോക്യുമെന്റ് ചെക്ക് ലിസ്റ്റ്. ഇനി ഇതിലേക്ക് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത് ഏതാണ് എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഡോക്യുമെന്റ്സിൻ്റെ ലിസ്റ്റ് ഞാൻ താഴെ കൊടുക്കുന്നു, കണ്ടു നോക്കുക.
ഇതിൽ പറഞ്ഞിട്ടുള്ള മോട്ടിവേഷൻ വീഡിയോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്മാർട്ട് ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്താൽ മതി. ഇനി ഇതിൽ ഐ കോണ്ടാക്ട്, സ്മൈല്, ക്ലാരിറ്റി ഈ 3 കാര്യങ്ങൾ മെയിൻ ആണ്. പിന്നെ അതിൻ്റെ ലെങ്ത് മാക്സിമം 1 മിനിറ്റ് ആണ്. ഇനി ഇതിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എനിക്ക് ഇറ്റലി പഠിക്കണം, ഈ ഒരു കോഴ്സ് എനിക്ക് ശരിയാണെന്നും ഞാൻ സീരിയസ് കാൻഡിഡേറ്റ് ആണെന്നും കാണിച്ചാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. വൺസ് യു സബ്മിറ്റ് യു വിൽ ഗെറ്റ് എ കൺഫർമേഷൻ ഇമെയിൽ. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ റിവ്യൂവിന് ടൈം എടുക്കും, മാക്സിമം ഒരു 3 മാസം വരെ. അപ്പോൾ അതിനിടയിൽ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എംബസിയിൽ നിന്നും നിങ്ങൾക്ക് അപ്ഡേറ്റ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മെയിൽ ചെക്ക് ചെയ്യുക, ഇനി നമ്മുടെ സ്പാം ഫോൾഡേഴ്സിൽ വരെ. ഇനി ഞാൻ തരുന്ന ലിസ്റ്റിലെ കാര്യങ്ങൾ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ആഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ സെലക്ഷൻ ചാൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഞാൻ ലിസ്റ്റ് ഞാൻ താഴെ കൊടുക്കുന്നു, കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ മനസ്സിലാക്കാൻ പറ്റി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഇതിൽ ഏതെങ്കിലും പാർട്ടിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് മുഖേന അറിയിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, ഒപ്പം നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രാറ്റജിയും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെലക്ഷന് ഉറപ്പായിരിക്കും. അപ്പോൾ ഇനി ഇതുപോലെ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഗ്രാസിയെ, അരിവദേർച്ചി.